ഗോവയിലെ ഇടവക യുവജന പ്രസ്ഥാനം നിങ്ങൾക്കായി ഒരു ചെറിയ കലാരൂപം നാട്ടിലെ നമ്മളെ കേരളത്തിലെ ഒരു ചെറിയൊരു കലാരൂപം നിങ്ങളിലേക്ക് ആവിഷ്കരിക്കുകയാണ്. ഒരു തെരുവ് നാടകം, ഒരു തെരുവായി നിങ്ങൾ ഇതിനെ സങ്കല്പിക്കുക. തെരുവിനോട് ചേർന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ ചെറിയ ഒരു സ്റ്റോൾ അവിടെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തുകളായി നിർമ്മിക്കാം. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുക. അപ്പോൾ യുവജന പ്രസ്ഥാനത്തിന്റെ ഈ ചെറിയ കലാരൂപം നിങ്ങൾക്കായി ഇപ്പോൾ ഇവിടെ മദ്യം നശിക്കട്ടെ. മദ്യം നശിക്കട്ടെ, കാഹളം മുഴങ്ങട്ടെ, മനുഷ്യ നന്മ പുലരാനിവിടെ ഒന്നിച്ചണിയായി ചേർന്നിടാം നമ്മൾ. മദ്യം നശിക്കട്ടെ, പുതുജീവൻ ഉയരട്ടെ. മദ്യം നശിക്കട്ടെ. നാട്ടുകാരെ, വീട്ടുകാരെ, ഇന്നിന്റെ മനുഷ്യ വിപത്തുകളെ ഒന്നിനെ നേരിടാൻ ഒരു പുത്തൻ ചിന്ത നമുക്ക് പങ്കിടാം. മദ്യമെന്ന വിപത്ത് തകർത്തിടാൻ ഒരു ചിന്ത. അതെ, മദ്യം വിപത്താണ്, വിഷമാണ്. അതുപയോഗിച്ചാൽ പറയാം പറയാം. ഈ ചിന്ത നിങ്ങൾക്കായി ഇപ്പോൾ ഇവിടെ ഇവിടെ ഇവിടെ. തലയോടിയുടെ മുന്നർത്ഥമുള്ള ഗോൽഗൊത്താമലയിൽ നാരങ്ങ വെള്ളത്തിന് രക്തം ചിന്തിയ സ്നേഹം തന്റെ വിശ്വാസികളെ ചേർത്തുകൊള്ളുവാനായി വരുവാനുള്ള സമയം സമാഗതമായിരിക്കും. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ട് ഒരു സത്യനിഷ്ഠ ജീവൻ നയിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ചായ ചോദിച്ചിട്ട് എത്ര നേരമായിട്ട് ഒരു ചായ ചോദിച്ചിട്ട് നിങ്ങള് ചായക്കട നടത്താന്ന് പറഞ്ഞിട്ട് ഒരു ചായ ചോദിച്ചിട്ട് എന്താ തരാത്? എത്ര നേരമായി ചായ ചോദിച്ചിട്ട്? ആരെങ്കിലും ചായ നാരങ്ങ വെള്ളം ചോദിക്കുമ്പോ പറയാൻ ചായ ഉണ്ടെന്നു. എന്തുവാണ് വെള്ളരിക്കാപ്പെടുന്നു? എന്തുവാണ് വെള്ളരിക്കാപ്പെടുന്നു? ചായയില്ല, നാരങ്ങ വെള്ളവും ഇല്ല. സമ്മേളനം വല്ലോ അപ്പൊ സാറ് പറഞ്ഞത് നേരാടാ. കള്ളടിച്ചിട്ടല്ലേടാ, കാലുടയ്ക്കല്ലേടാ. ഭൂമിക്ക് ലെവലില്ല, നമുക്ക് ലെവലില്ല, അല്ലയോടാ. ഭൂമിക്ക് ലെവലില്ല, നമുക്ക് ലെവലില്ല. ചക്കോ മോനെ, അല്ലയോടാ. പുന്നാരം മോൻ ചക്കോ. എന്താ പടത്തോണ എടാ മോനെ ചക്കോ, പറയടാ. ഇപ്പൊ ഇവിടുന്ന് ആരും അങ്ങോട്ട് പോയേ? നമ്മുടെ പള്ളിയിലെ അച്ഛനല്ലേടാ? പിന്നല്ലയോ.
അച്ഛനെന്തോ പറഞ്ഞ് ദേ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിക്കേ, ദേ സ്വർഗരാജ്യം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറെ നാളായിട്ട് ഇത് കേൾക്കുന്നു. അച്ഛൻ പറയുന്നത് വെയിറ്റ് ചെയ്യും ഇപ്പൊ സ്വർഗരാജ്യം വരും എന്ന് പറയുന്നത്. എടാ ഈ കത്തനാർക്ക് വേറെ ജോലിയൊന്നുമില്ല. അത് തന്നെ മോനെ. ഈ കത്തനാർ തന്നെയല്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാനായി കർത്താവ് വീഞ്ഞു കൊടുത്തു. എന്താ മോനെ പറഞ്ഞു? കാനായിൽ കർത്താവ് വീഞ്ഞു കൊടുത്തു. തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഞാൻ കേട്ടതാ. അതിന്റെ ഒരിക്കലും വീര്യം കൂടി നമ്മൾ അടിച്ചു. പിന്നെ സ്വർഗരാജ്യം. എടാ ഈ പർദീസ എന്ന് പറയുന്നത് നമ്മുടെ ഷാപ്പാണ്. സ്വർഗരാജ്യം എവിടെയാ? നമ്മുടെ കാണിക്കവഞ്ചിയുടെ ചോട്ടില്. അത് കൊള്ളാലടാ മോനെ. അപ്പൊ നീ അതിന്റെ ആളല്ലേ? ചുമ്മാലടാ മോനെ. കഴിഞ്ഞ ആഴ്ച ഞാൻ കാണിക്കവഞ്ചിയുടെ പോയി നിന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ, ഒന്നും കിട്ടിയില്ല. മാന്യം മര്യാദയ്ക്ക് മോട്ടിക്കുന്നവരെ പറ്റി അവയ്ക്കാതെ പറയണം. നീ എന്തോ ചെയ്യടാ മോനെ ചാക്കോ? എടാ മോനെ, ഞാൻ വിചാരിച്ച നിന്നെ പറയും, പിന്നെ നിന്റെ അമ്മായിമ്മയല്ല ഞാൻ പറയും. എന്റെ പെണ്ണിനെ പിടിക്കില്ല. ചുമ്മാ മോനെ ചാക്കോ, നമ്മൾ ഈ സ്വർഗരാജ്യത്തിലെ രാജകുമാരന്മാരല്ലയോ? പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാടാ ഒരു വഴക്ക് മോനെ? അത് ശരിയാണല്ലോ. ഹലോ എടാ തോമ, പറയടാ. ഞാൻ സ്റ്റേഡിയായിട്ട് നിൽക്കല്ലേ. നീ കുഞ്ഞുണ്ണി എന്ന് കേട്ടിട്ടുണ്ടോ? എന്തോ കുഞ്ഞുണ്ണി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കുഞ്ഞുണ്ണി എന്ന് കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ വാറുണ്ണി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വാറുണ്ണി അല്ല, നമ്മുടെ ഷാപ്പിലെ കറിക്കാരൻ. അതല്ലേ? പിന്നെ ഈ കുഞ്ഞുണ്ണി എന്ന് പറയും. എവിടെ പോയി? ഞാൻ സ്റ്റഡിയാണ്. ഈ കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ആള് ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ്. പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താടാ? ഇവിടെ ടിങ് ടോങ് ടിങ്. മദ്യമാണുണ്ണി സുഖപ്രദം. എന്തുവാ? ടിങ് ടോങ് ടിങ്. മദ്യമാണുണ്ണി സുഖപ്രദം. ഇങ്ങനെ കണ്ടറിയാ? അത് കൊള്ളാലടാ മോനെ ചാക്കോ. നീ ഒന്ന് ഞാനൊരു രഹസ്യം പറയാം നിന്റെ അടുത്ത്. നമുക്ക് സ്ഥലം കാലിയാക്കാം. കാരണം അച്ഛൻ ഇപ്പം വരും. വന്നിട്ട് പറയാം, മോനെ തോമ നീ കള്ളു കുടിക്കരുത്. എനിക്കത് കേൾക്കുമ്പോ സങ്കടവും വരും, വിഷമവും വരും. എനിക്കൊന്നും വരാറില്ല. പക്ഷെ നമുക്ക് പോകാം. അതെനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ പെരുപ്പാന്നാ തോന്നുന്നത്. അത് കിട്ടി. കറങ്ങുന്നുണ്ടോടാ? അപ്പൊ സാറ് പറഞ്ഞത് നിറാടാ. നിങ്ങളൊക്കെ സാധ്യമല്ല. നിങ്ങൾ ഞങ്ങളുടെ അടിമകളാണ്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക്
ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനൊക്കെ എനിക്ക് യാതൊരു ബോധവുമില്ല. ഇവന്മാര് നമ്മുടെ ചുറ്റുപാട് ഒരു ജയിലിൽ തീർന്നമാതിരി എങ്ങനെയാ രക്ഷപ്പെടാ മോന്? എടാ തോമ, അടിച്ചത് മൊത്തം പോയി. അയ്യോ അതെപ്പോഴേ പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേണ്ട ഈ പാപമാകുന്ന ആളിനോടൊന്ന് ചോദിച്ചാലോ? ഏത് പാവം? ഹലോ, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. പുറത്തു പോയാ മതി, വേറെ ഒന്നും ഇല്ല ഇല്ല, ഓ നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾ കുടിയന്മാരാണ്, സ്വയം കുഴി തോണ്ടുന്നവർ. എന്തിന് ഞാൻ നിങ്ങളെ സഹായിക്കണം? നിങ്ങളിൽ പാപമാകുന്ന വിത്തുകൾ ഞാൻ വിതറും. പാപമാകുന്ന ചങ്ങലകൾ കൊണ്ട് നിങ്ങളുടെ കൈകളെ ഞാൻ ബന്ധിക്കുന്നു. തോമ തമാശയ്ക്ക് കൂടി തുടങ്ങിയതാ, ഇത് ഇങ്ങനെയാവുമെന്ന് ഓർത്തില്ല. ഞാൻ ജീവിതത്തിൽ പോലും ഓർത്തില്ല മോന്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുകൊണ്ട് ഇവനോട് ചോദിച്ചാൽ. ഈ പാപത്തിനോട് ഒരു തെറ്റ് പറ്റിപ്പോയി, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അല്ല, ഞങ്ങൾ ഇനി കുടിക്കത്തില്ല. ഇല്ല, നിങ്ങളെ വെറുതെ വിടാനോ? ഞാൻ രോഗമാണ്. എനിക്ക് ദാനമായി കിട്ടിയ നിങ്ങളെ ഞാൻ വെറുതെ വിടാനോ? നിങ്ങളുടെ രക്തം ഞാൻ രോഗങ്ങൾ കൊണ്ട് നിറയ്ക്കും. നിങ്ങളുടെ കാലുകൾ രോഗമായ ചെയ്തുകൊണ്ട് ഞാൻ ഇത് അറിഞ്ഞു പോകുന്നു. തോമ, ഇനി ഇവൻ മാത്രമേ ഉള്ളൂ. കൈയും പോയി, കാലും പോയി, ഇനി ഇവൻ മാത്രമേ ഉള്ളൂ. അയ്യോ, ഹേ നാശമേ, ഞങ്ങളെ ഒന്ന് സഹായിക്കുക. നിങ്ങൾക്ക് കുടിയന്മാരെയല്ലേ ആവശ്യം? കേരളം മൊത്തം കുടിയന്മാര്. 100-150 കോടി ഒരു മാസം കുടിച്ച് തീർക്കും. ഇതും പോരാഞ്ഞായിട്ട് അങ്ങ് ദോഹയിലും ദുബായിലും ബഹറിലും ഉള്ള കുടിയന്മാരുടെയൊക്കെ അഡ്രസ്സും ഇമെയിലും എല്ലാം ഞങ്ങൾ തരാം. ഒരു കാര്യം, ഫേസ്ബുക്കിന്റെ കാര്യം ഞാൻ മറന്നുപോയതല്ല, ഞാൻ തരാം. ഫേസ്ബുക്കും തരാം. പിന്നെ ഇവിടെ ഈ കൈ കെട്ടടിച്ച് വിടാവോ? ഒന്ന് കെട്ടടിച്ച് വിട്ടാ എത്ര കുടിയന്മാരെ വേണേലും ഞാൻ ഇവിടുന്ന് പിടിച്ചു തരാം. നല്ല ഒന്നാന്തരം കുടിയന്മാര് ഞങ്ങളെ ഒന്ന് വിടൂ. ഇല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ കുടിക്കരുതെന്ന്? നിങ്ങളുടെ ഗുരുക്കന്മാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ മദ്യം വിഷമാണെന്ന്? നിങ്ങളുടെ ദേവാലയത്തിലെ ആത്മീയ ഗുരുക്കൾ നിങ്ങളെ ഉപദേശിച്ചിട്ടില്ലേ മദ്യം നാശകാരണമാണെന്ന്? വേദപുസ്തകം 100 വചനങ്ങളിലായി നിങ്ങളെ ഉത്ബോധിപ്പിച്ചില്ലേ മദ്യപാനി സ്വയം മരണത്തെ വിളിച്ചു വരുത്തുന്നുവെന്ന്? ഇല്ല, നിങ്ങൾ പഠിച്ചില്ല. നിങ്ങൾ വേദപുസ്തകത്തെ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാര് എല്ലാം പുച്ഛിച്ചു. നിങ്ങൾക്ക് ഇനി മോചനമില്ല. നിങ്ങളുടെ കുടുംബം ഞാൻ തകർക്കും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ പോലെ മദ്യപരും ആഭാസന്മാരുമായി മാറും. നിങ്ങളുടെ സഹോദരങ്ങളുടെ രക്തത്തിനായി നിങ്ങൾ ആർത്തി പിടിച്ചോടും. ഇതാ നാശമാകുന്ന ചങ്ങലകൾ കൊണ്ട് ഞാൻ നിങ്ങളെ ബന്ധിക്കുന്നു. എടാ തോമ, എന്താടാ ചാക്കോ? നമുക്കിനി രക്ഷയില്ല, മരണം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ ഒരു വഴി. അയ്യോ ചാക്കോ, നമ്മള് കുടിച്ചാ മരിച്ചു പോകുമോടോ? അതെ, നിങ്ങൾ മരിച്ചു പോകും. ഈ നിൽക്കുന്ന നാശവും പാപവും രോഗവും എന്റെ